ഏതെങ്കിലും ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഉടമകൾക്ക് പുറമെ ടീം ലീഡർക്കും ഇ ഡി നോട്ടീസാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 4 ടീം ലീഡർമാർക്കാണ് നോട്ടീസ് അയച്ചത്. മണി ചെയിൻ തട്ടിപ്പിന് പുറകെ ബിറ്റ് കോയിൻ തട്ടിപ്പിലും ചോദ്യം ചെയ്യലുണ്ട്. വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണു, കുറച്ച് ദിവസങ്ങളെ ഹൈറിച്ച് അധികം കേൾക്കാതിരിക്കുകയായിരുന്നു. വീണ്ടും അന്വേഷണം ഒന്ന് ഊർജിതപ്പെടുവാണോ? ഹാഷ്മി, ഹൈറിച്ചിന്റെ അന്വേഷണം ശക്തമാക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ ലീഡർമാർക്ക് കൂടി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിച്ചു വരുത്തുന്നത്. പ്രധാനമായും ബിറ്റ് കോയിനുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന തട്ടിപ്പാണ് ഇവരിൽ നിന്ന് ചോദിച്ചറിയുക. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ ഉടമകളായ കെ ടി പ്രധാനയും ഭാര്യയും വിശദമായി ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം 2000 കോടിയിലധികം വരുന്ന രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതിൽ ഈ ബിറ്റ് കോയിൻ തട്ടിപ്പ് എത്ര എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് ഇ ഡി കടക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഹൈറിച്ച് ഉടമകളുടെ സ്വത്ത്, സർക്കാർ ജപ്തി ചെയ്ത സ്വത്ത്, അത് സ്ഥിരപ്പെടുത്തുന്ന നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ വീണ്ടും ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടി ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി.